ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സജിൽസ് ടെക് സെൻറ്ററിലേക്ക് സ്വാഗതം. കുറച്ച് നാൾ ഞാൻ വീഡിയോ എല്ലാം ചെയ്തിട്ട് അത് മറ്റൊന്നുമില്ലായിരുന്നു. ഞാനിപ്പോൾ വെക്കേഷനൊക്കെ ആയത് കാരണം ഒരു ചെറിയൊരു ട്രിപ്പിലായിരുന്നു. അപ്പോൾ ഫാമിലിയായിട്ടൊരു ടൂർ പോയിരിക്കുമായിരുന്നു. അത് തിരിച്ചു വന്നിട്ട് കുറച്ച് ദിവസമായി. എന്നിരുന്നാലും ഞാനിപ്പോൾ പുതിയ വീഡിയോസിൻ്റെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഇപ്പോൾ പൈ നെറ്റ്വർക്കിൻ്റെ ഒരു അപ്ഡേഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അത് മറ്റൊന്നുമല്ല, അവർ എക്കോസിസ്റ്റം അനൗൺസ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ആഡ് പോലെ ഇപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. 14-ാം തീയതിയാണ്, അതായത് ഏകദേശം മറ്റന്നാളാണ് ഇതിനെക്കുറിച്ചുള്ള അനൗൺസ്മെൻറ്റുകൾ വരുന്നത്. പക്ഷേ ഈ ഒരു ന്യൂസ് ബേസ് ചെയ്തിട്ട് നമ്മുടെ മാർക്കറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് നോക്കാം. ഏകദേശം ഞാനിപ്പോൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏകദേശം 1.45 ഇപ്പോൾ കുറച്ച് സെല്ലിംഗ് ഒക്കെ നടക്കുന്നുണ്ട്. ആ ഒരു രീതിയിൽ വരെ വന്നിട്ടുണ്ട്. അത് 1.6 വരെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിലുള്ള പർച്ചേസിങ്, ബൈയിങ് ഇതിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാർക്കറ്റ് ഇതുപോലെ കയറാൻ ഉള്ളൊരു കാരണം. അതുപോലെ തന്നെ ഇതിൻ്റെ അനൗൺസ്മെൻറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് അവർ കൃത്യമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. എന്നിരുന്നാലും അത്യാവശ്യം ആളുകൾ ഇപ്പോഴും ഇത് മൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഏകദേശം എൻ്റെ കീഴിൽ തന്നെ 355 പേരോളം മൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് രണ്ടാമത്തെ മൈഗ്രേഷൻ്റെ കാര്യങ്ങളൊന്നും ഇപ്പോഴും വന്നിട്ടില്ല. പക്ഷേ ഒരുപാട് പേരുടെ KYC ഇപ്പോൾ ഓൾറെഡി കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി പുതിയ അനൗൺസ്മെൻറ്റിൽ ചിലപ്പോൾ KYCയുടെ കാര്യങ്ങൾ കൂടുതൽ പറയുന്നതുണ്ടാകാം. അതുമല്ലെങ്കിൽ ഇവരുടെ പുതിയ പ്രോജക്റ്റുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നതുണ്ടാകാം. കൂടുതൽ ഇൻവെസ്റ്റേഴ്സിനെ ആകർഷിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ഈ അനൗൺസ്മെൻറ്റ് കുറച്ച് സീക്രറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. അതുപോലെ ചില ബ്ലോഗുകളിലൊക്കെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും, ബൈനാൻസ് ലിസ്റ്റിങ്ങിനെ കുറിച്ച് പറയാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഇതെല്ലാം ഒരു സ്പെക്കുലേഷൻസ് മാത്രമാണ്, കറക്റ്റ് കാര്യങ്ങളൊന്നും കൺഫേം ആയിട്ടില്ല. ഇവിടെ ബൈനാൻസ് സ്ക്വയറിൽ നോക്കിയാൽ തന്നെ ഒരുപാട് ഇതിനെക്കുറിച്ചുള്ള ടോപ്പിക്സുകൾ വന്നിട്ടുണ്ട്. ബൈനാൻസ് ലിസ്റ്റിങ്ങിനെ കുറിച്ച് ലിസ്റ്റിംഗ് കൺഫേംഡ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട്, പക്ഷേ അതെല്ലാം ഓരോരുത്തരുടെ മനസ്സിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇതിൽ കാണിക്കുന്നത്. കറക്റ്റായിട്ടുള്ള ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളൊന്നും അവർ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ മറ്റൊരു കാര്യം ഇതിൽ ശ്രദ്ധിക്കേണ്ടത്, ഇന്നലത്തെ ദിവസം ഏകദേശം 70 മില്യൺ പൈ ടോക്കൺസ് ഒരു എക്സ്ചേഞ്ചിൽ അല്ലെങ്കിൽ OKX എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു വാലറ്റിലേക്ക് പർച്ചേസ് ആയിട്ടുണ്ട്. അതായത് ഒരു വെയിൽ അല്ലെങ്കിൽ ഷാർക്ക് എന്ന് പറയുന്ന വലിയ ബയ്യേഴ്സ് ഇതിൽ നിന്ന് ഒരു വാലറ്റിൽ തന്നെ 70 മില്യൺ പൈ ടോക്കൺസ് ആരോ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും പ്രോജക്റ്റുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. ഈ അനൗൺസ്മെൻറ്റിൽ അത് ഉൾപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടായിരിക്കും ഇതുപോലുള്ള വലിയ കമ്പനികളോ അല്ലെങ്കിൽ ഷാർക്കുകളോ ഇതുപോലുള്ള പർച്ചേസിങ് നടത്തുന്നത്. പൈക്കോയിൻ നല്ല വലിയ എമൗണ്ട് സ്പെൻഡ് ചെയ്തിട്ട് തന്നെയായിരിക്കും. ഏകദേശം 0.56 0.6 ഒക്കെ ഉള്ള ടൈമിനാണ് ഈ ഒരു 70 മില്യൺ പൈ ടോക്കൺസ് പർച്ചേസ് ചെയ്യുന്നത്. ഏകദേശം ഒരു $35 മില്യൺ തന്നെ ചിലപ്പോൾ അതിന് സ്പെൻഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ ഫ്യൂച്ചറിലുള്ള എന്തെങ്കിലും കാരണമായിരിക്കാം ഇതുപോലുള്ള ഷാക്കുകൾ ഇത് ബൈ ചെയ്യുന്നത്. അതിനനുസരിച്ച് മാർക്കറ്റ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ബൈയിങ് സെല്ലിങ്ങുമായിട്ട് വലിയ എമൗണ്ടുകളുടെ ബൈ ടോക്കൺസ് ഇവർ ബൈയും സെല്ലും ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. ടെസ്റ്റ് നെറ്റ് പോലെ നല്ല എമൗണ്ട് ഒക്കെ ഇട്ടിട്ട് ബൈയും സെല്ലും ഒക്കെ ചെയ്ത് നോക്കുന്നുണ്ട് പല എക്സ്ചേഞ്ചിലും. ഇതിൻ്റെ മൂവ്മെൻറ്റും മറ്റു കാര്യങ്ങളും അതിനെക്കുറിച്ച് പഠിക്കാനും ആയിരിക്കും ഇത് ചെയ്യുന്നത്. ഇതുപോലെ ഒരുപാട് ബ്ലോഗുകൾ പൈ നെറ്റ്വർക്കിനെ കുറിച്ച് അല്ലെങ്കിൽ പൈയുടെ പ്രൈസിനെ കുറിച്ചൊക്കെ വരുന്നുണ്ട്. പിന്നെ ഷോർട്ട് ടേം പ്രൈസ് പ്രഡിക്ഷൻ എന്ന് പറഞ്ഞൊരു ബ്ലോഗിൽ വന്നിട്ടുണ്ട്. ഏകദേശം $20 to $45 വരെയും മുകളിൽ വരാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇതെല്ലാം ഓരോരുത്തരുടെ മനസ്സിൽ തോന്നുന്ന ഐഡിയകളാണ് ഇവർ ഓരോ ബ്ലോഗുകളിൽ കുറിക്കുന്നത്, അല്ലാതെ കൺഫേം ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. എന്നിരുന്നാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് ഏകദേശം ഇനി 48 മണിക്കൂറോളം ഉണ്ടാകും ഈ ഒരു അനൗൺസ്മെൻറ്റ്. അതിനുശേഷം മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളും അറിയാൻ സാധിക്കുള്ളൂ. ഇപ്പോൾ ആളുകൾ വിചാരിക്കുന്ന പോലുള്ള വാർത്തകൾ ഒന്നും ആ ഒരു അനൗൺസ്മെൻറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സെല്ലിങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴുള്ള റേറ്റിനേക്കാൾ നല്ല രീതിയിലുള്ള സെല്ലിങ് വരാനും ചാൻസ് ഉണ്ടാകും. പക്ഷേ പോസിറ്റീവ് ന്യൂസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ സെക്കൻഡ് മൈഗ്രേഷനെ കുറിച്ചുള്ള ന്യൂസോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ വലിയ പ്രോജക്റ്റുകൾ ഇവർ അക്വയർ ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇവരെ അക്വയർ ചെയ്യുന്നതായിട്ടുള്ള എന്തെങ്കിലും ന്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് കയറാനുള്ള ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും നമ്മൾ സ്ഥിരമായിട്ട് ഇത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം $1.5 ആയിട്ടുണ്ട്. ഞാനിത് കുറച്ച് ബൈയും സെല്ലൊക്കെ ചെയ്ത് ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം എൻ്റെ ആവറേജ് ബൈയിങ് പ്രൈസ് എന്നു വെച്ചാൽ $0.68 ആണ് എൻ്റെ ആവറേജ് ബൈ പ്രൈസ്. അതായത് ഒരുപാട് പ്രാവശ്യം ഞാൻ ബൈയും സെല്ലൊക്കെ ചെയ്ത് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ ബൈ ചെയ്ത പ്രൈസ് എന്ന് പറയുന്നത് $0.68 ആണ്. ഇപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് എനിക്കിപ്പോൾ തന്നെ വന്നിട്ടുണ്ട്. കാരണം $1.5 ആയിട്ടുണ്ട്. ഏകദേശം ഒരു 200% അടുത്ത് പ്രോഫിറ്റ് എനിക്ക് ഇപ്പോൾ തന്നെ ഇതിൽ നിന്ന് വന്നിട്ടുണ്ടാവും.
അപ്പോൾ ട്രേഡൊക്കെ ചെയ്യാൻ അറിയാവുന്ന ആളുകൾ, ചാർട്ടൊക്കെ നോക്കി അനലൈസ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെറിയ ചെറിയ എമൗണ്ട് ഒക്കെ വെച്ച് ട്രേഡ് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾ സെല്ല് ചെയ്യാതിരിക്കുന്ന നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഇനി എന്തായാലും ഇവിടെ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ബൈയും സെല്ലൊന്നും ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു ന്യൂസ് വന്നതിന് ശേഷം എനിക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് എന്തായാലും ഇതിൻ്റെ പ്രൈസ് മൂവ് ആവും, മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്കൊരു ഐഡിയ കിട്ടിയത് കാരണം ഞാൻ പിന്നെ സെല്ലൊന്നും ചെയ്തിട്ടില്ല, അതങ്ങനെ തന്നെ ഇട്ടു. അപ്പോൾ തന്നെ നല്ലൊരു പ്രോഫിറ്റിൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു അനൗൺസ്മെൻറ്റ് വരണവരെ നിങ്ങൾ എന്തായാലും ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഇതിൻ്റെ പോസിറ്റീവ് ന്യൂസൊക്കെ അനുസരിച്ച് നമുക്ക് കുറച്ചൊക്കെ വിൽപ്പന നടത്താൻ സാധിക്കും. ഞാൻ എന്തായാലും നല്ലൊരു അത്യാവശ്യം കുറച്ച് എമൗണ്ട് എന്തായാലും ലോങ് ടേം ഹോൾഡ് ചെയ്യുന്നത് ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ നാളായിട്ട് ഹോൾഡ് ചെയ്ത് വെക്കാൻ തീരുമാനിച്ച ഒരു ടോക്കണാണ് ഈ പൈ ടോക്കൺ എന്ന് പറയുന്നത്. അതിനനുസരിച്ചുള്ള പ്രോഫിറ്റ് നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫ്യൂച്ചർ പ്രോജക്ട്സിനൊക്കെ അനുസരിച്ച് ചിലപ്പോൾ നല്ല രീതിയിലുള്ള ബൂമിങ് വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് നമുക്ക് വിചാരിക്കാത്ത രീതിയിലുള്ള പ്രോഫിറ്റ് ഇതുപോലുള്ള ടോക്കൺസ് തരാൻ സാധ്യതയുണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് നിങ്ങൾ മനസ്സിൽ വെക്കുക, എന്നിട്ട് വേണം ഇതുപോലുള്ള ടോക്കണൊക്കെ കൈകാര്യം ചെയ്യാൻ. എന്നിരുന്നാലും നിങ്ങൾക്ക് കിട്ടിയ ടോക്കൺ ഈ അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്നത് വരെയെങ്കിലും ഒന്ന് കീപ്പ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ KYC അപ്ഡേറ്റ് അല്ലെങ്കിൽ കംപ്ലീറ്റ് ആകാത്ത ഒരുപാട് പേരുടെ KYC കംപ്ലീഷൻ നടന്നിട്ടുണ്ട്. ടെൻറ്റേറ്റീവ് KYCൻ്റെ കുറിച്ചും ചിലപ്പോൾ അനൗൺസ്മെൻറ്റിൽ വരാനുള്ള ചാൻസ് ഉണ്ട്. എന്താണെന്ന് നമുക്കറിയില്ല, അവർ പറയുമ്പോൾ അറിയുള്ളൂ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം. സെക്കൻഡ് മൈഗ്രേഷനെ കുറിച്ച് ഒരുപാട് ഞാൻ ഇവരുടെ കസ്റ്റമർ സപ്പോർട്ടിലൊക്കെ ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ഫസ്റ്റ് മൈഗ്രേഷന് തന്നെ മില്യൺ കണക്കിന് ആളുകളുടെ ക്യൂവിലാണ്. ആ ഒരു ഫസ്റ്റ് മൈഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ സെക്കൻഡ് മൈഗ്രേഷൻ സ്റ്റാർട്ട് ആവുള്ളൂ. അതുപോലെ തന്നെ വലിയ എമൗണ്ട് ഉള്ള, ഇപ്പോൾ എൻ്റെയൊക്കെ അത്യാവശ്യം നല്ല എമൗണ്ട് അൺവെരിഫൈഡ് ബാലൻസിൽ കിടപ്പുണ്ട്. ഇത്രയും എമൗണ്ട് എനിക്ക് കിട്ടില്ല, അത് ഉറപ്പാണ്. എന്നിരുന്നാലും കുറച്ച് എമൗണ്ടെങ്കിലും നമ്മുടെ ട്രാൻസ്ഫറബിൾ ബാലൻസിലേക്ക് വരും. അത് നമ്മളുടെ റെഫറൽസിൻ്റെ KYC ഒക്കെ അനുസരിച്ചിരിക്കും. അപ്പോൾ വലിയ എമൗണ്ട് ഉള്ള ആളുകളുടെ അക്കൗണ്ടിലുള്ള ടോക്കൺസ് എല്ലാം ഏറ്റവും അവസാനം മാത്രമേ മൈഗ്രേറ്റ് ആവുകയുള്ളൂ. കാരണം അത് മാനുവലി വെരിഫൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളുടെ മൈഗ്രേഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫറബിൾ അക്കൗണ്ടിലേക്ക് വരികയുള്ളൂ എന്ന് പ്രത്യേകം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിന് നല്ല രീതിയിലുള്ള സമയമെടുക്കുമെന്ന് തോന്നുന്നു. ചില ആളുകളുടെയൊക്കെ ഇപ്പോഴും മൈഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രേറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ബ്ലോക്ക് ചെയിൻ, അതായത് വാലറ്റിൽ പോയിട്ട് ബ്ലോക്ക് ചെയിൻ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിവിടെ കാണാം മൈഗ്രേറ്റഡ് മൈനിങ് റിവാർഡ്, അതായത് ഓൾറെഡി മൈഗ്രേറ്റ് ചെയ്ത റിവാർഡും കറൻ്റ് ലോക്ക് ആയിരിക്കുന്ന റിവാർഡും അൺലോക്ക് ആയിരിക്കുന്ന റിവാർഡും എല്ലാം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് ഓരോ നിമിഷവും ആളുകൾ ക്ലെയിം ചെയ്യുന്നത്, ഇപ്പോഴും ഓരോ സെക്കൻഡിലും ആളുകൾ ക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് മൈഗ്രേറ്റ് ആയ ടോക്കൺസ് ആളുകൾ ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് ബ്ലോക്ക് ചെയിൻ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു എക്സ്പ്ലോററിൽ നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത് വളരെ ജെന്യുവിൻ ആയിട്ട് തന്നെ ഇവർ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഈ മൈഗ്രേഷൻ പ്രോസസ്സ്. എന്നിരുന്നാലും ഇപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് അക്കൗണ്ട് ഒക്കെ എടുക്കുന്ന ആളുകൾ അല്ലെങ്കിൽ 2 അക്കൗണ്ട് ഒക്കെ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക. കാരണം നല്ല രീതിയിൽ നിരീക്ഷിച്ചിട്ട് മാത്രമേ ഇവർ ടോക്കൺസ് മൈഗ്രേറ്റ് ചെയ്യുന്നുള്ളൂ. മൈഗ്രേഷൻ ഓരോ സെക്കൻഡിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ കംപ്ലീറ്റ് പ്രൂഫാണ് നമുക്ക് ഈ ഒരു എക്സ്പ്ലോററിൽ നിന്ന് അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിനിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴും മൈൻ ചെയ്യുന്ന ആളുകൾ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്തുകൊണ്ടിരിക്കുക. മാക്സിമം ടോക്കൺസ് നമ്മൾ കളക്ട് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ KYC അപ്ലൈ അല്ലെങ്കിൽ ടെൻറ്റേറ്റീവ് ആയ ആളുകൾ ഒന്നുകൂടി വെയിറ്റ് ചെയ്യുക, ഓരോരുത്തരുടെ ആയിട്ട് കംപ്ലീറ്റ് ആയി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്ന മറ്റൊരു ആപ്പാണ് റൂബി എന്ന് പറയുന്നത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. ഇതിൻ്റെ എല്ലാ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ജോയിൻ ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജോയിൻ ചെയ്യാം. ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്നിരുന്നാലും കംപ്ലീറ്റ് ആളുകളൊന്നും ഇപ്പോഴും മൈൻ ചെയ്യുന്നില്ല. ഞാൻ ഇത് തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് മൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ റൂബി ടോക്കണും അത്യാവശ്യം നല്ല ഒരു പ്രോജക്റ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും ഇതിൻ്റെ ജോയിനിങ് വീഡിയോ കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. എനിക്കിപ്പോൾ ബാലൻസ് ഇത്ര ആയിട്ടുണ്ട്. ഇതിൻ്റെ KYCനെ കുറിച്ച് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. KYCയുടെ ഫുള്ള് കാര്യങ്ങളും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടെ നിങ്ങൾക്ക് കാണാം ഓണർഷിപ്പ് 30 days ആയിട്ടുണ്ട്. അതുപോലെ തന്നെ എക്സ്പ്ലോയിറ്റ് അറ്റ്ലീസ്റ്റ് 30 റൂബി ആയിട്ടുണ്ട്. ഇൻവിറ്റേഷൻ ഫ്രം KYC ഇതുവരെയും ആക്ടിവേറ്റ് ആയിട്ടില്ല. അത് ഓട്ടോമാറ്റിക് ആവുന്നതാണ്. അതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരുപാട് പേര് ചെയ്തിട്ടുണ്ട്. ഞാൻ വീഡിയോ ഇടുന്നതിന് മുമ്പ് ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെയൊക്കെ ഓട്ടോമാറ്റിക് KYC ആയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ അത് ചെയ്തിട്ടുണ്ടാവും. ഇത് നിങ്ങൾക്ക് കാണാം. നമ്മൾ കീഴെ ജോയിൻ ചെയ്ത ഒരുപാട് പേര് ഇപ്പോഴും മൈൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും ഇത് മൈൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഫ്യൂച്ചറിൽ പൈ ടോക്കണൊക്കെ പോലെ ആയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള ഏർണിങ്സ് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം അൺവെരിഫൈഡ് KYC അക്കൗണ്ടാണ് നമ്മുടേത്. അതുപോലെ തന്നെ മറ്റൊരു മൈനിങ് അക്കൗണ്ട് അല്ലെങ്കിൽ മൈനിങ് ആപ്പ് നമ്മൾ കാണിച്ചത് മിറ നെറ്റ്വർക്കാണ്. ഇത് ഞാൻ തീർച്ചയായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെയും KYC ഡീറ്റെയിൽസും മറ്റുമൊന്നും ആക്ടിവേറ്റ് ആയിട്ടില്ല.
എല്ലാ ദിവസവും 24 മണിക്കൂർ കഴിയുമ്പോൾ ഒന്ന് മൈൻ ചെയ്യുക. ഏകദേശം ആക്റ്റീവ് മെമ്പേഴ്സ് 78 ആളുകൾ ഓൾറെഡി നമ്മളുടെ കീഴിലുണ്ട്. മൈനിങ് ടീം ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ 401 ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ 78 ആളുകൾ മാത്രമേ മൈൻ ചെയ്യുന്നുള്ളൂ. ഞാൻ എപ്പോഴും പിൻ ചെയ്യുന്നുണ്ട് ഡെയിലി. അപ്പോൾ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും മൈനിങ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ വീഡിയോയും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ 3 മൈനിങ് ആപ്പുകളും നിങ്ങളുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്റ്റാർട്ട് ചെയ്ത് വെക്കുക. ഫ്യൂച്ചറിൽ നല്ല രീതിയിലുള്ള പ്രോജക്റ്റുകൾ വരുന്നതനുസരിച്ച് നല്ല രീതിയിലുള്ള എമൗണ്ട് അല്ലെങ്കിൽ ക്യാഷ് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, നമുക്ക് ചാർട്ട് ഒന്നുകൂടി നോക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാം, തിരിച്ച് ആളുകൾ വീണ്ടും ബയ്യേഴ്സ് വന്നിട്ടുണ്ട്. ഇതിലിപ്പോഴും നല്ല രീതിയിലുള്ള ബൈയും സെല്ലും നടക്കുന്നുണ്ട്. സെല്ലേഴ്സിനേക്കാൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബയ്യേഴ്സാണ്. നമുക്ക് ട്രേഡിംഗ് വ്യൂവിൽ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ ട്രേഡിംഗ് വ്യൂയുടെ ആപ്പ് നിങ്ങൾ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ട്രേഡിംഗ് വ്യൂവിൽ നിങ്ങൾ ഇതുപോലെ സെർച്ച് ചെയ്യുക പൈ USDT എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് ഇവിടെ ആഡ് ലിസ്റ്റിൽ ഇടുക, വാച്ച് ലിസ്റ്റിൽ ഇടുക. ഇത് നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചാർട്ടും മറ്റു കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാം. ഇവിടെ 1 ഡേ 1 വീക്ക് എല്ലാം കാണാം. എൻ്റെ ആപ്ലിക്കേഷൻ ആയത് കാരണം അത് 5 മിനിറ്റ്സ് ഒന്നും ഇപ്പോൾ വരുന്നില്ല. അതെന്താണെന്ന് എനിക്ക് ഓപ്ഷൻ ഞാനിപ്പോൾ ലാപ്പിലെടുക്കുമ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ താഴെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ എന്താണ്, ടെക്നിക്കലി എന്താണ്, ബയ്യേഴ്സ് ആണോ കൂടുതൽ സെല്ലേഴ്സ് ആണോ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ബൈ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൂടുതൽ ബയ്യേഴ്സ് ഇതിൽ വന്ന് കുറച്ച് നേരത്തെ മുമ്പ് ഇത് സ്ട്രോങ് ബൈ ആണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ വിൽക്കാതിരിക്കുക. അപ്പോൾ ഇതിൽ ബയ്യേഴ്സ് ആണോ സെല്ലേഴ്സ് ആണോ കൂടുതലെന്ന് നമുക്ക് ഇതിലൂടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മോർ ടെക്നിക്കൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കംപ്ലീറ്റ് സമ്മറി, ഒരു ദിവസത്തെ അതുപോലെ ഒരാഴ്ചയുള്ള സമ്മറിയൊക്കെ നമുക്ക് കാണാം. ഏറ്റവും കൂടുതൽ ആളുകൾ ബൈ ചെയ്യുകയാണോ സെല്ല് ചെയ്യുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. മൂവിങ് ആവറേജ് ഒക്കെ സ്ട്രോങ് ബൈ ആണ്. അപ്പോൾ നല്ല രീതിയിൽ ആളുകൾ പർച്ചേസ് ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഈ ട്രേഡിംഗ് വ്യൂവിലൂടെ നമുക്ക് കിട്ടും. 4 hours ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും 1 ഡേ ചാർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിലും നമുക്കിവിടെ കാണാം. 1 വീക്ക് ചാർട്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നോക്കാൻ അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ട്രേഡിംഗ് വ്യൂവിൽ തന്നെ കംപ്ലീറ്റ് ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഓരോ ടോക്കണിൻ്റെ നമുക്കെടുത്ത് നോക്കാൻ സാധിക്കും. ഇല്ലാത്ത ആളുകൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളുടെ അനൗൺസ്മെൻറ്റ്സ് ഒക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്യുക. പോസിറ്റീവ് അനൗൺസ്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. എന്നിരുന്നാലും ഇന്ന് നാളെയൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും ആളുകൾ കൂടുതൽ ബയ്യേഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാകുന്നത്. എന്തായാലും അനൗൺസ്മെൻറ്റ് വരെ നല്ല രീതിയിലുള്ള ബൈയിങ് ഇതിൽ നടക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ ഏകദേശം 0.7 സെൻസ് വരെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നല്ല രീതിയിലുള്ള ബയ്യേഴ്സ് ഇതിലുണ്ട് എന്നാണ് അർത്ഥം. ഇതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബയ്യേഴ്സിൻ്റെയും സെല്ലേഴ്സിൻ്റെയൊക്കെ ഓർഡർ ബുക്കുകൾ. ഏറ്റവും കൂടുതൽ ബയ്യേഴ്സ് ആയിരിക്കും ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചാർട്ടുകൾ അല്ലെങ്കിൽ ടെക്നിക്കലൊക്കെ നോക്കിയിട്ട് അനലൈസ് ചെയ്ത് ബൈയും സെല്ലൊക്കെ ചെയ്യാൻ സാധിക്കും. എന്നിരുന്നാലും ഇതിൻ്റെ അനൗൺസ്മെൻ്റ് ഒക്കെ വരുന്നവരെ നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ബാക്കിയെല്ലാം നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് ചെയ്യുക. അത്യാവശ്യം പ്രോഫിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊക്കെ വിറ്റിട്ട് വെയിറ്റ് ചെയ്യുക. മാർക്കറ്റ് വീണ്ടും ഇടിയുമ്പോൾ വീണ്ടും പർച്ചേസ് ചെയ്യുക. അങ്ങനെ ലോങ് ടേം ആയിട്ട് നിങ്ങൾ ഹോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക ഇതുപോലുള്ള ടോക്കൺസ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ കിട്ടി, അല്ലെങ്കിൽ പൈ ടോക്കണിൻ്റെ പുതിയ ന്യൂസുകളെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ നോട്ടിഫിക്കേഷൻ ഒന്ന് എനേബിൾ കൂടി ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുള്ളൂ, നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. സോ ഇനിയും പുതിയ വീഡിയോസും ട്രിക്സും അപ്ഡേറ്റ്സും വരുന്നതാണ്. താങ്ക് യു സോ മച്ച്.